ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഇല്ലാതെ നമുക്കൊരു ട്രാൻസ്പെറൻറ്റ് പൗച്ച് ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിന് വേണ്ടി ഇതുപോലൊരു A4 ഷീറ്റ് എടുത്ത് വീഡിയോ കാണുന്ന പോലെ ഒന്ന് മടക്കി കൊടുക്കുക. മുകളിലത്തെ ഒരു ചെറിയ ഏരിയ നമ്മൾ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. ആ സ്കിപ്പ് ചെയ്ത ഏരിയയാണ് ഇതുപോലെ മടക്കി നമ്മളൊരു ക്യാപ്പാക്കി മാറ്റുന്നത്. ഇനി ആ ക്യാപ്പിൻ്റെ രണ്ട് സൈഡും വീഡിയോ കാണുന്ന പോലെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ ഏകദേശം ഒരു V ഷേപ്പിലേക്ക് കിട്ടും. ഇനി ഞാൻ സെൻട്രലിൽ മാർക്ക് ചെയ്തേക്കുന്ന ഏരിയയും കൂടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ സെൻട്രലിൽ ഫ്രണ്ട് ഏരിയ മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് വേണം ബാക്ക് ഫ്രണ്ട് എല്ലാം കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫുള്ള് ട്രാൻസ്പെറൻ്റ് ആക്കി എടുക്കുക. എന്നിട്ട് സെല്ലോ ടേപ്പ് വെച്ച് അകത്തുനിന്നും പുറത്തുനിന്നും വീഡിയോ കാണുന്ന പോലെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മളൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മടക്കി അതിന് രണ്ട് സൈഡും ഒന്ന് ഗ്ലൂ തേച്ച് ഒട്ടിക്കാം. ഇനിയിപ്പോൾ ഗ്ലൂവിന് പകരം നിങ്ങൾക്ക് വേണം സെല്ലോ ടേപ്പ് വേണം യൂസ് ചെയ്യാം. പേപ്പർ ആയതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെ ഒട്ടിച്ചാലും അതവിടെ സെക്യൂർ ആയിട്ടിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ രണ്ട് സൈഡും ഒന്ന് ഗ്ലൂ തേച്ച് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ഡിസൈൻ ചെയ്യാം. ഞാൻ ഇവിടെ ഒരു ബ്ലൂ പെയിൻറ്റ് വെച്ച് ഒന്ന് കളറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ക്യാപ്പ് ഒന്ന് ക്ലോസ് ചെയ്യാൻ വേണ്ടി ഇതുപോലെ സെല്ലോ ടേപ്പ് ഓപ്പോസിറ്റ് വരുന്ന രീതിയിൽ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലെ നമുക്ക് ഡബിൾ സൈഡ് ടേപ്പും കൂടെ വെച്ച് കൊടുക്കാം. സെല്ലോ ടേപ്പിൻ്റെ മേലെ ആയതുകൊണ്ട് നമ്മൾ എത്ര പ്രാവശ്യം അത് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്താലും അത് അതുപോലെ തന്നെ ഇരുന്നോളൂ കേട്ടോ. ഇനി നിങ്ങൾക്ക് സ്റ്റിക്കേഴ്സൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പടങ്ങളൊക്കെ വരച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഐറ്റംസൊക്കെ അതിനുള്ളിലേക്ക് ഇട്ട് നമ്മുടെ ക്യാപ്പും കൂടെ അടച്ചു കഴിഞ്ഞാൽ നമ്മുടെ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് റെഡിയായി. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. കൂടെ നിങ്ങളുടെ കമൻറ്റ്സ് ഷെയർ ചെയ്യാനും.